ഇങ്ങനത്തെ ഒരു പേപ്പർ ഉണ്ടോ മഞ്ഞ കളർ? അപ്പോൾ ഇങ്ങനത്തെ ഒരു പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടൊരു മണി പൗച്ച് ഉണ്ടാക്കി വെക്കാമല്ലോ. അപ്പം അതിനു വേണ്ടി ഇത് ആദ്യം ഫോൾഡ് ചെയ്യണം കേട്ടോ, കറക്റ്റാക്കി ഫോൾഡ് ചെയ്യണേ. ഞാൻ കറക്റ്റാക്കി ഫോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടത്. അപ്പോൾ നമുക്ക് ഇനി ഈ ഫോൾഡ് ചെയ്തത് രണ്ട് പാർട്ടാക്കി നമുക്ക് കട്ട് ചെയ്യണം കേട്ടോ. ഈ ഒരു സെൻറ്ററിൽ കട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാട്ടോ ഗൈസ്, ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതാ ഇത് ഇങ്ങനെയല്ല, ഇത് ഇങ്ങനെ നമുക്ക് കുറച്ച് വൈഡ് ആയിട്ട് ഇട്ടണം. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് കറക്റ്റാക്കി ഫോൾഡ് ചെയ്യണം കേട്ടോ. ഞാൻ കറക്റ്റാക്കി ഫോൾഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു എഡ്ജസൊക്കെ ഒന്ന് ഓപ്പൺ അല്ലേ, അപ്പോൾ ഈ എഡ്ജസൊക്കെ നമ്മൾ പശ തേച്ചോ അല്ലെങ്കിൽ സെല്ലോ ടേപ്പ് വെച്ചോ നമുക്ക് ഒട്ടിച്ചാണ്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പശ തേച്ചിട്ട് വരെ. അപ്പോൾ ഇതൊക്കെ ഞാൻ പശ തേച്ച് ഈ രണ്ട് സൈഡും ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്കിതിങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കി ഇത് ഒട്ടിയിട്ടുണ്ടാവും കേട്ടോ. കണ്ടില്ലേ, ഇതിങ്ങനെ. ഇനി നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇത് കറക്റ്റാക്കി ഫോൾഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റാക്കി ഫോൾഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിങ്ങനെ വരും. ഞങ്ങൾക്ക് ലെങ്ത്തൊക്കെ കുറക്കണമെങ്കിൽ എനിക്ക് നിങ്ങളെ ഇഷ്ടമായ ലെങ്ത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ലെങ്ത്തിലാട്ടോ വെച്ചിരിക്കണേ അല്ലേ. അപ്പോൾ നമുക്കിതിങ്ങനെ തുറക്കാം. നമുക്ക് ഇവിടെ ഒരു ഡെക്കറേഷനായിട്ട് ചെറിയൊരു പോക്കറ്റും കൂടി ഉണ്ടാക്കി കൊടുത്താലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കട്ട് ചെയ്ത് ഈ ഒരു ബാക്കി വന്ന പേപ്പറായിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടി നമ്മൾ നിങ്ങൾക്ക് ചാർട്ടായാലും എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു പേപ്പറിന് പകരം ഒരു ബ്ലൂ ചാർട്ട് പേപ്പർ ആട്ടോ എടുക്കണേ. കണ്ടില്ലേ ഗൈസ്, ഈ ഒരു ബ്ലൂ ചാർട്ട് പേപ്പർ ആട്ടോ ഞാൻ എടുക്കണേ. ഇത് രണ്ടൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലൂ ചാർട്ട് പേപ്പർ ആട്ടോ എടുക്കണേ. കണ്ടേ, ഇനി നമുക്ക് ഈ ഒരു ബ്ലൂ ചാർട്ട് പേപ്പറിന് ഇവിടെ നിന്ന് ഒരു ചെറിയ ഒരു സ്ക്വയറോ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിളോ നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതിൽ ഫിറ്റാണ് മരിത. ഈ ഒരു വലുപ്പത്തിലാട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയറോ നമുക്കൊന്ന് വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഗൈസ്, ഞാൻ ചാർട്ടിന് ഈ ഒരു ചെറിയൊരു സ്ക്വയറല്ല റെക്റ്റാങ്കിളാണ്, അത് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു എഡ്ജസ്സിൽ പശ തേച്ചിങ്ങാണ്ട് ഇങ്ങനെ പശ തേച്ചാണ് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ പശ തേച്ച് ഒട്ടിച്ചിട്ട് വരാം. ഇതാട്ടോ ഗൈസ്, അപ്പോൾ ഞാൻ ഇതൊന്ന് ഒട്ടിച്ചെടുക്കണേ. ഇനി നമുക്കിതാ ഇവിടെ ഇങ്ങനെ ഒരു കവർ ചെയ്യണ്ട. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ ഒരു പീസിലൊരു ഇതിനെ കട്ട് ചെയ്യണ്ടേ. എന്നിട്ട് നമുക്കിതിങ്ങനെ ഇതൊരു ക്ലോസ് ചെയ്യണ മാതിരി ഉള്ളൊരു മണി പൗച്ചാക്കാൻ കേട്ടോ. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്യണ വീഡിയോ ഞാൻ എടുക്കണില്ല. ഞാൻ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതങ്ങനെ അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരേ. അപ്പം ഇതാട്ടോ ഗൈസ്, ഇങ്ങനെ ഒരു ഷേപ്പിലായിട്ട് ഞാൻ കട്ട് ചെയ്തിരിക്കണേ. ഇനി നമുക്ക് ഈ ഒരു പീസ് ഇതിമൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണേ. ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അല്ല, ഇതിങ്ങനെ ഇത്തിരി താത്തിങ്ങാണ്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് ഇട്ടു കേട്ടോ. അപ്പോൾ ഗൈസ്, ഇത് ഇത്ര ആക്കിയിട്ടോ ഞാൻ. ഇനി നമുക്കിതൊന്ന് ക്യൂട്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഒരു ബ്ലാക്ക് സ്കെച്ച് എടുക്കണം കേട്ടോ. ഇതാ ഗൈസ്, അപ്പോൾ ഞാൻ ഒരു ബ്ലാക്ക് സ്കെച്ച് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറക്കണം. എന്നിട്ട് നമുക്കിതിവിടെ ഇങ്ങനെ വരച്ച് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ചെറിയ ലൈൻസ് നമുക്കിത് മുഴുവനായിട്ടും നമുക്ക് ഈ ഒരു മണി പൗച്ചില്ല, ഇതിങ്ങനെ മുഴുവനായിട്ട് ഇവിടെ ഇതുവരെ കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ അവിടെ നിന്ന് ഇതുവരെ ഇങ്ങനെ കൊടുക്കണം കേട്ടോ. അത് ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഗൈസ്, ഇങ്ങനെ ഒന്ന് കൊടുത്തിക്കണേ. ഇനി നമുക്ക് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒന്ന് കൊടുക്കണം കേട്ടോ. നമുക്കൊന്ന് കൊടുക്കണേ. അപ്പോൾ ഇതാട്ടോ ഗൈസ്, നമ്മൾ ഈ പോക്കറ്റും ഈ ബ്ലാക്ക് ലൈൻസ് വരച്ച് കൊടുത്തിക്കണം കേട്ടോ. ഇനി നമുക്കിത് അതിൻ്റെ ഔട്ടർ കവറുമേയും കൂടി നിങ്ങൾക്ക് വരച്ച് കൊടുത്താൽ നന്നായിരിക്കും. ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഗൈസ്, ഞാൻ ഇങ്ങനെ ലൈനൊക്കെ ഇട്ട് കൊടുത്തിക്കണേ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യൂട്ട് പൗച്ച് ഇങ്ങനെ വെക്കണം. നമുക്കിത് വേണമെങ്കിൽ കവർ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കൊടുക്കുകയോ വരച്ച് കൊടുക്കുകയോ ചെയ്യാം. അപ്പോൾ ഞാൻ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ചെയ്യണത്. അപ്പം ഇതാട്ടോ ഗൈസ്, ഈ ഒരു മഷ്റൂമിനെ ഞാൻ ഇതിൻ്റെ പുറം പേജിൽ ഈ ഒരു ഭാഗത്തായിട്ട് കേട്ടോ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഈ ഒരു കറക്റ്റ് ഭാഗത്തായിട്ട് ഇങ്ങനെ ആട്ടോ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നത്. നമുക്ക് വേറെ കുറച്ച് സ്റ്റിക്കറും കൂടി ഒട്ടിച്ചിട്ട് ഞാൻ ഫൈനൽ ലുക്ക് ഒന്ന് കാണിച്ചു തരേ. അപ്പോൾ ഗൈസ്, സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ള ഈ ഫൈനൽ ലുക്ക് കേട്ടോ ഇത്.
അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനലായിട്ടുള്ള പേസ്റ്റൽ പാരഡൈസ് എന്ന് പറഞ്ഞ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.